തിരുവചനം തിരുവചനം. ഈശോയുടെ സ്നേഹത്തിൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് പ്രവേശിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ. സ്വർഗീയ പിതാവിൻ്റെ പരിശുദ്ധി നമ്മളിൽ നിറയുവാനും അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയുടെ അനുഭവത്തിൽ വളരുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവ് വഴി വചനത്താൽ ലോകത്തെ നവീകരിക്കുവാനും ഇടവരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ സജീവമായ സാന്നിധ്യവും മാധ്യസ്ഥവും ഇപ്പോഴും എപ്പോഴും ലഭിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ ദൈവത്തിൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ദേവസ്വ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പാതിരി പിയോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്കുള്ള ലേഖനത്തിൽ ഇപ്രകാരം എഴുതി: ഈ രഹസ്യമാകട്ടെ, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ. വീണ്ടും അദ്ദേഹം പറയുന്നു, കൊളോസ്യ ലേഖനത്തിൻ്റെ 3:11 ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ഈ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എന്നിലും നിങ്ങളിലുമുണ്ട് എന്ന ബോധ്യത്തോടെ ആയിരിക്കുവാൻ എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹത്തോടെ ആദരവോടെ നമുക്ക് ആശംസിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ വളരെ പ്രാധാന്യം അർഹിച്ച, വളരെ അംഗീകാരം നേടിയ ഒരു വ്യക്തിത്വമാണ് അഹറോൻ. മോശയുടെ സഹോദരൻ എന്ന നിലയിലും തുണ എന്ന നിലയിലും എല്ലാറ്റുപരിയായിട്ട് ദൈവം ആദ്യമായി തിരഞ്ഞെടുത്ത ശ്രേഷ്ഠ പുരോഹിതൻ എന്ന നിലയിലും അഹറോന് വളരെ ഉന്നതമായ സ്ഥാനം വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. ഉന്നതമായ ലക്ഷ്യത്തിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത് ഇസ്രായേൽ സമൂഹത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് അഹറോൻ എന്ന് നമുക്കറിയാം. അമ്രാം, യക്കോബേദ് ദമ്പതിമാരുടെ 3 മക്കളിൽ മൂത്തവനായിട്ട് അഹറോനെ പരിചയപ്പെടുന്നു. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ മിരിയാമും മോശയുമാണ് അഹറോൻ്റെ സഹോദരങ്ങൾ. നമുക്കറിയാം, മോശയെപ്പോലെ ദുരിതപൂർണമായ ഒരു ജനനമോ സങ്കടകരമായ ഒരു ശൈശവമോ അഹറോന് ഉള്ളതായിട്ട് ബൈബിൾ പറയുന്നില്ല. ഒരുപക്ഷെ അതിന് കാരണം ഈ അഹറോന് ജനനത്തിന് ശേഷമായിരിക്കാം ഫറവോയുടെ കൽപ്പന പുറപ്പെട്ടത്. പുറപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 22 നമ്മൾ കാണുന്നു: അപ്പോൾ ഫറവ പ്രജകളോട് പറഞ്ഞു, കൽപ്പിച്ചു, ഹെബ്രായർക്ക് ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം നൈൽ നദിയിൽ എറിഞ്ഞു കളയുവൻ, പെൺകുട്ടികൾ ജീവിച്ചു കൊള്ളട്ടെ. അങ്ങനെ ഹെബ്രായക്കാർക്കുണ്ടാകുന്ന എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയാനും ആ കൽപ്പനയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളുടെ അവസ്ഥ പരിതാപകരമാണ്. അതാണ് നമ്മൾ മോശയിൽ കാണുന്നത്. പക്ഷേ അഹറോൻ ഇങ്ങനൊരു സാഹചര്യം വന്നിട്ടില്ല. അതുപോലെ തന്നെ മോശ അനുഭവിക്കേണ്ടതുപോലെ ഒളിച്ചോട്ടമോ അലച്ചിലോ അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. വലിയ ഉത്തരവാദിത്തമാണ് പുരോഹിതൻ എന്ന നിലയിൽ ദൈവം അഹറോനെ ഏൽപ്പിച്ചത്. ഈ അഹറോൻ നമുക്കൊരു മോഡലാണ്. ഈ അഹറോനെ ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ശുശ്രൂഷ പൗരോഹിത്യം ഇല്ലാത്തവരാണെങ്കിൽ കൂടിയും കുടുംബജീവിതക്കാരാണെങ്കിൽ കൂടിയും
അഹ്റോനെ ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം, ഉത്തരവാദിത്തങ്ങളെല്ലാം നമുക്കും ബാധകമാണ്. ഒന്നാമത്തെ ഉത്തരവാദിത്തം എന്താണ്? ദൈവത്തിനും മനുഷ്യരുടെയും ഇടയിൽ പാലമായി വർത്തിക്കുക. ഇതായിരുന്നു അഹ്റോൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. മോശയ്ക്കൊപ്പം നിന്നുകൊണ്ടാണ്. ഈ ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഇല്ലയോ? മറ്റുള്ളവർക്കും ദൈവത്തിനും ഇടയിൽ നമ്മൾ പാലമായി വർത്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം നമ്മെ ഏൽപ്പിച്ച വ്യക്തികളെ, നമ്മുടെ കൂടെയുള്ളവരെ, കുടുംബത്തിലായിരിക്കാം, സമൂഹത്തിലായിരിക്കാം, ശുശ്രൂഷാ വേളയിലുള്ളവരായിരിക്കാം, ജോലി സ്ഥലത്തുള്ളവരായിരിക്കാം, അവർക്കും ദൈവത്തിനും ഇടയിൽ പാലമായി വർത്തിക്കുവാൻ എന്ന് പറഞ്ഞാൽ നമ്മളിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ അവർ ദൈവത്തെങ്കിലേക്ക് നടന്നെടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട്, അഹ്റോന് ലഭിച്ചതുപോലെ. അഹ്റോൻ്റെ രണ്ടാമത്തെ ദൗത്യം എന്ന് പറയുന്നത് ദൈവകൽപ്പന ജനത്തെ അറിയിക്കുക എന്നുള്ളതാണ്. ഇതും നമ്മുടെ ദൗത്യമാണ്. നമ്മൾ നമ്മുടെ കുടുംബ സാഹചര്യത്തിൽ, ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവരോട് എത്രമാത്രം ദൈവിക പ്രമാണങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുടുംബത്തിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ നമ്മൾ എന്തെല്ലാം വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്, ഏതെല്ലാം കാര്യങ്ങൾ നമ്മുടെ സംഭാഷണ മധ്യേ കടന്നു വരുന്നുണ്ട്. എന്നാൽ എത്രമാത്രം ദൈവകൽപ്പനകൾ, ദൈവിക നിയമങ്ങൾ, ദൈവിക പ്രമാണങ്ങൾ, ചുരുക്കത്തിൽ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുവാൻ നമ്മൾ താല്പര്യമെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദൈവമനുഷ്യരാണെങ്കിൽ, നമ്മൾ ദൈവോന്മുഖമായി ജീവിക്കേണ്ടവരാണെങ്കിൽ, ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യത്തോട് നമുക്ക് കൂറുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കേണ്ടത് കുറേയെങ്കിലും ദൈവത്തെക്കുറിച്ചും ദൈവിക നിയമങ്ങളെക്കുറിച്ചുമാണ്. ഒരുപക്ഷെ ചിലരൊക്കെ ശുശ്രൂഷ വേളയിലോ അല്ലെങ്കിൽ ധ്യാന സമയത്തൊക്കെ ദൈവിക കാര്യങ്ങൾ പറയുന്നവർ, അല്ലാത്ത സമയത്ത് എത്രമാത്രം ദൈവികമായ കാര്യങ്ങളിൽ അവർ മുഴുകുന്നുണ്ട്. അതുകൊണ്ട് അഹ്റോന് കൊടുത്ത ഈ ദൗത്യം, ദൈവപ്രമാണങ്ങളെ, ദൈവകൽപ്പനകളെ ജനത്തെ അറിയിക്കുക എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെയും ദൗത്യമാണെന്ന് നമുക്ക് ഓർക്കാം. മൂന്നാമത്തത് അറിവില്ലാത്തവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിതുമായി ബന്ധപ്പെട്ടതാണ്. ദൈവത്തെക്കുറിച്ച്, ദൈവിക നിയോഗങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവരെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അഹ്റോനുണ്ട്. തീർച്ചയായിട്ടും നമുക്കും അതുണ്ട്. അഹ്റോൻ്റെ മറ്റൊരു ദൗത്യം ഇതായിരുന്നു, ജനത്തിൻ്റെ പ്രാർത്ഥനകളും കാഴ്ചകളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തുക. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് മറ്റുള്ളവരുടെ നിയോഗങ്ങളെ, ആവശ്യങ്ങളെ, പ്രശ്നങ്ങളെ അവരെ തന്നെയും ദൈവത്തെങ്കിലേക്ക് എത്തിക്കുവാനുള്ള, ഉയർത്തുവാനുള്ള ഉത്തരവാദിത്വം അഹ്റോനെ പോലെ നമുക്കുമുണ്ട്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ദൗത്യമെന്ന് പറയുന്നത് തൻ്റെയും ജനത്തിൻ്റെയും പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ടും പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടും ജീവിക്കുക എന്നുള്ളതായിരുന്നു. ഒരു പുരോഹിത നിലയിൽ അത് കൂടുതൽ ഉത്തരവാദിത്വമുള്ളൊരു കാര്യമാണ്. ആ ജനത്തിൻ്റെ, അവരിടയിലുണ്ടാകുന്ന കലഹത്തിൻ്റെ, ഭിന്നതയുടെ, തിന്മയുടെ എല്ലാ വീഴ്ചകൾക്കും പരിഹാരം ചെയ്തും പ്രായശ്ചിത്തം ചെയ്തും ജീവിക്കേണ്ട ഉത്തരവാദിത്വം. പ്രിയപ്പെട്ടവരെ, നമുക്കും ആ ഉത്തരവാദിത്വമുണ്ട്. ഒരു കുടുംബജീവിതക്കാരെന്ന നിലയിൽ, അല്ലെങ്കിൽ വൈദികനെന്ന നിലയിൽ, സമർപ്പിതരെന്ന നിലയിൽ, ശുശ്രൂഷകരെന്ന നിലയിൽ മറ്റുള്ളവരുടെ വീഴ്ചകൾക്കും പാപത്തിനും പരിഹാരം ചോദിക്കുവാനും പ്രായശ്ചിത്തം ചെയ്യുവാനും കരുണയാചിക്കുവാനുമുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട് എന്ന് ഓർക്കണം. അപ്പോൾ അഹ്റോനെ പോലെ ആ ഒരു ദൗത്യവും ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ജോബിൻ്റെ പുസ്തകത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, 1-ാമത്തെ അധ്യായത്തിൽ തന്നെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിൻ്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രന് വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അവർ പാപം ചെയ്തു എന്ന് ഉറപ്പില്ല. ഇനി ഈ സൽക്കാരത്തിനിടയിലും ആഘോഷത്തിനിടയിലും എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുവാൻ വേണ്ടി ആ പുത്രന്മാരെ വിളിച്ച് ആ മക്കൾക്ക് വേണ്ടി പാപപരിഹാര ബലിയും പ്രാർത്ഥനയും നടത്തുന്ന ജോബ് നമ്മുടെയും ജീവിതത്തിൽ
ഇത് അത്യാവശ്യമുള്ള കാര്യമാണെന്ന് ഓർക്കാം. ഈ അടുത്തിടയ്ക്ക് ഒരു വ്യക്തി എന്നെ ഫോൺ വിളിച്ച് സംസാരിച്ചു. 30 വർഷം മുമ്പ് അവരുടെ ഇടവകയിൽ കപ്പൂച്ചിൻ മിഷൻ ധ്യാനം നടത്തിയിരുന്നു. അതിൽപ്പെട്ടൊരു അച്ഛനെക്കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചത്. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്, ഇപ്പോൾ എവിടെയാണ്? അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്, സ്ഥലവും ഞാൻ പറഞ്ഞു കൊടുത്തു, ഫോൺ നമ്പറും കൊടുത്തു. കാര്യം ഇതാണ്, ആ 30 വർഷം മുമ്പ് നടന്ന ആ കപ്പൂച്ചിൻ മിഷൻ ധ്യാന സമയത്ത് ഇവർ സഹോദരങ്ങൾ തമ്മിൽ അതിർത്തി തർക്കമുണ്ടായിരുന്നു. അച്ഛൻ ഇടപെടുകയും അത് പരിഹരിക്കാൻ അവർ ആവശ്യപ്പെടുകയും ചെയ്തു. അത് പരിഹരിച്ചുവെങ്കിലും ഇളയ സഹോദരന് അച്ഛനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. അച്ഛനോട് തറതല പറയുകയും ധിക്കാരത്തോടെ പെരുമാറുകയും ചെയ്തു. ഇപ്പം ഇദ്ദേഹം ഇപ്പോൾ എന്നോട് വിളിച്ചത്, ആ അച്ഛൻ്റെ ഫോൺ നമ്പർ കിട്ടുമോ, അച്ഛനോടൊന്ന് വിളിച്ച് എൻ്റെ അനുജന് വേണ്ടി, അനുജൻ മരിച്ചുപോയി, അനുജന് വേണ്ടി ഒന്ന് മാപ്പ് ചോദിക്കാനാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചിരിയാണ് വന്നത്. ആ അച്ഛനത് മറന്നുപോയി കാണും, 30 വർഷം മുമ്പ് നടന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ മനുഷ്യൻ തൻ്റെ സഹോദരന് വേണ്ടി, തൻ്റെ അനുജന് വേണ്ടി പരിഹാരം ചെയ്യാനോ പ്രായശ്ചിത്തം ചെയ്യുവാനോ അല്ലെങ്കിൽ ക്ഷമ ചോദിക്കുവാനോ ഇത്രയും വർഷത്തിന് ശേഷം തയ്യാറാവുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അഹ്റോനെ പോലെ നമ്മളുമായി ബന്ധപ്പെടുന്നവരുടെ ഇടയിൽ പ്രത്യേകിച്ച് അവരുടെ വീഴ്ചകൾക്കും കുറവുകൾക്കുമുള്ള പരിഹാര പ്രവൃത്തി ചെയ്യുവാൻ, ദൈവത്തോട് ക്ഷമ ചോദിക്കുവാൻ ഉള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയുടെ പ്രത്യേകത ഇത് തന്നെയാണ്. അദ്ദേഹം നിരന്തരമായ പ്രായശ്ചിത്തത്തിൻ്റെ ആളായിരുന്നു, നമുക്കറിയാം, പരിഹാരത്തിൻ്റെ ആളായിരുന്നു. വി ആർ പെനിറ്റൻസ് ഫ്രം അസീസി എന്നാണ് അദ്ദേഹം കൂടെ പറഞ്ഞത്. അസീസിൽ നിന്നും പരിഹാരം ചെയ്യാൻ വരുന്നവർ, ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ വരുന്നവർ. ഇത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ദർശനമായിരുന്നു, വലിയൊരു ബോധ്യമായിരുന്നു. ശരിക്കും അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികത അതിൽ തന്നെയാണ് കുടികൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ആത്മീയമായിട്ട് വളർച്ചയുണ്ടോ? നമ്മൾ ദൈവാന്വേഷികളാണോ? നമ്മൾ ദൈവാനുഭവമുള്ളവരാണോ? എങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെ പരിഗണിക്കുകയും അവരുടെ കുറവുകൾക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്യുന്ന വലിയൊരു ഉത്തരവാദിത്വം നമ്മുടെ വിളിയിലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ഉണ്ട് എന്ന് നമുക്ക് ഓർക്കാം. അഹ്റോൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം നമുക്കറിയാം. കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ വേദനയും സഹനവും കഷ്ടപ്പാടും ദുരിതവും ഒക്കെ കണ്ട് മോശയെ വിളിക്കുകയും മോശയോട് തൻ്റെ ജനത്തെ നയിക്കുവാൻ അവിടുന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ തുടർന്ന് നമ്മൾ ഈ മോശയും കർത്താവും നമ്മൾ സംഭാഷണം കാണുന്നുണ്ട്. മോശ അവിടുന്ന് ഒഴിഞ്ഞു മാറുകയാണ്. തൻ്റെ കുറവുകൾ, തൻ്റെ ദൗർബല്യങ്ങൾ, തൻ്റെ വീഴ്ചകളൊക്കെ മനസ്സിലാക്കിയ മോശ കർത്താവിനോട് പറയുക, എന്നെ ഒഴിവാക്കണം. മോശ കർത്താവിനോട് പറഞ്ഞു, പുറപ്പാടിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ, കർത്താവെ, ഞാൻ ഒരിക്കലും വാക്ചാതുര്യമുള്ളവനായിരുന്നില്ല. അങ്ങ് ദാസനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ. സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ. കർത്താവ് അവനോട് ചോദിച്ചു, ആരാണ് മനുഷ്യന് സംസാരശക്തി നൽകിയത്? ആരാണ് അവനെ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത്? കർത്താവായ ഞാനല്ലേ? ആകയാൽ നീ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. നീ പറയേണ്ടത് എന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. ഇപ്പോൾ കർത്താവ് പറയാം, നിൻ്റെ കുറവുകൾ എനിക്ക് വിഷയമല്ല, ഇതൊക്കെ എനിക്കറിയാം, ഇത് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നെ നിയോഗിക്കുന്നത്. പക്ഷെ അപ്പോഴും മോശ വീണ്ടും എതിർപ്പ് പറയുക. എന്നാൽ അവൻ അപേക്ഷിച്ചു, കർത്താവെ, ദയ ചെയ്ത് മറ്റാരെങ്കിലും അയക്കണമേ. അപ്പോൾ കർത്താവ് മോശയോട് കോപിച്ചു പറഞ്ഞു, നിനക്ക് ലേവ്യനായ അഹ്റോൻ എന്നൊരു സഹോദരനുണ്ടല്ലോ, അവൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം. ഇതാ അവൻ നിന്നെ കാണാൻ വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ സന്തോഷിക്കും. പറയേണ്ട വാക്കുകൾ നീ അവന് പറഞ്ഞു കൊടുക്കുക. അപ്പം ഇങ്ങനെ മോശ ദൈവത്തിന് മുമ്പിൽ ഇങ്ങനെ പ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിലും ദൈവം അവസാനം സമ്മതിക്കുന്നത് മോശയെ മാറ്റി നിർത്തിക്കൊണ്ടല്ല, എന്നാൽ സഹായിയായി അഹ്റോനെ നൽകിക്കൊണ്ട് മോശയോട് ചേർന്ന് ദൈവികമായ പ്രവർത്തനങ്ങൾക്ക് തന്നെ വിട്ടുകൊടുക്കുവാൻ അവിടുന്ന് അഹ്റോനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അത്ര വലിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഈ അഹ്റോൻ പിന്നീട് നമുക്കറിയാം മോശയുടെ ചങ്കായി തന്നെയാണ് ജീവിച്ചത്. ജനങ്ങൾ പിറുപിറുത്തപ്പോൾ മോശയോടൊപ്പം നിന്നു. ഫറവയുടെ മുമ്പിൽ പോയി മോശയോടൊപ്പം നിന്ന് സംസാരിച്ചു. പിന്നെ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഘോഷയാത്ര അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണുകയാണ്. അഹ്റോൻ സംസാരിച്ചപ്പോൾ നമുക്കറിയാം ജനം ശ്രദ്ധിച്ചു.
വീണ്ടും വലിയൊരു കാര്യം അദ്ദേഹത്തെ ഏൽപ്പിച്ചത് അത് പുറപ്പാടിന പുസ്തകത്തിൻ്റെ 16:33 ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളമായി മന്ന അത് അഹ്റോനാണ് സൂക്ഷിച്ചത്. മോശ അഹ്റോനോട് പറഞ്ഞു, ഒരു പാത്രത്തിൽ 1 ഓമർ മന്ന എടുത്ത് നിങ്ങളുടെ പിൻതലമുറകൾക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ സൂക്ഷിച്ചു വെക്കുക. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അഹ്റോൻ അത് സാക്ഷ്യപേടകത്തിന് മുന്നിൽ സൂക്ഷിച്ചു വെച്ചു. ഇസ്രായേൽക്കാരുടെ ജീവിതത്തിലുടനീളം ഈ ഒരു ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ടാണ് മന്ന നിൽക്കുന്നത്. സാക്ഷ്യപേടകത്തിൽ അത് സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചത് അഹ്റോനെയാണ്. വീണ്ടും നമുക്കറിയാം, മോശ യുദ്ധവേളയിൽ മലമുകളിൽ കയറി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചു. കൈകൾക്ക് ക്ഷീണമായി തളർന്നു പോകുമ്പോൾ അഹ്റോനാണ് ഈ കൈകളെ താങ്ങിപ്പിടിക്കുന്നത്. ഇങ്ങനെ ജീവിതത്തിൽ ഒട്ടുമിക്ക സന്ദർഭങ്ങളിലും മോശയ്ക്കൊപ്പം നിന്ന് മോശയെ താങ്ങി നിർത്തുന്ന, സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അഹ്റോൻ. മോശയ്ക്കൊപ്പം തന്നെ വലിയ സ്ഥാനമഹിമ അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നിട്ടും അഹ്റോൻ ഇടറിപ്പോവുകയാണ്. അത്രമാത്രം ദൈവിക സന്ദേശങ്ങളും ദൈവിക ഉത്തരവാദിത്തങ്ങളും ദൈവിക അധികാരങ്ങളും സ്വീകരിച്ചിട്ടും മനുഷ്യൻ ഇടറിപ്പോകുന്നു, തെറ്റിപ്പോകുന്നു, പിഴച്ചു പോകുന്നു, വീണു പോകുന്നു. അപ്പോൾ ഈ 2 തലങ്ങളും നമ്മുടെ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒന്ന്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങൾ, അതോടൊപ്പം ഈ അഹ്റോനെ പോലെ തളരുവാനും ഇടറുവാനുമുള്ള സാധ്യതകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഈ കഥാപാത്രത്തിലൂടെ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. നമുക്ക് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ മനുഷ്യരിടയിൽ പാലമായി വർത്തിക്കേണ്ട മനുഷ്യൻ അഹ്റോൻ പാലം വലിച്ചു. ദൈവത്തെ മാറ്റി നിർത്തി അവിടെ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ച് വിഗ്രഹത്തിൻ്റെയും ജനത്തിൻ്റെയും ഇടയിൽ അദ്ദേഹം പാലമായി നിന്നു. മോശയോട് ചേർന്ന് ദൈവത്തോട് സഹകരിക്കേണ്ട ഈ വ്യക്തി മോശയ്ക്കെതിരായി പിറുപിറുത്ത് മോശയെ വെല്ലുവിളിക്കുന്നു. തൻ്റെ ജനത്തിൻ്റെ വീഴ്ചകൾ ഏറ്റുപറഞ്ഞ് അവർക്ക് അനുതാപത്തിൻ്റെ ചൈതന്യം കൈമാറേണ്ട വ്യക്തി, അവർക്ക് വേണ്ടി പരിഹാരം ചെയ്യേണ്ട വ്യക്തി തൻ്റെ മഹത്വം പ്രകീർത്തിക്കാൻ തുടങ്ങുന്നു. നമുക്കറിയാം, ഉടമ്പടിയുടെ നിബന്ധനകൾ എഴുതിയ ഗ്രന്ഥം മോശ ജനക്കൂട്ടത്തിനിടയിൽ വായിക്കുന്നു. ജനം അത് സമ്മതിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാമെന്ന് ഏറ്റുപറയുന്നു. ഉടനെ അവർ ആ രക്തം കൊണ്ട് ആ ഉടമ്പടി മുദ്ര വെക്കുന്നു. പിന്നീട് ഈ ഉടമ്പടിയുടെ വ്യാഖ്യാനത്തിനും വിശദീകരണത്തിനുമായി മോശ മലയിലേക്ക് കയറി പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിലേക്ക്. മോശ മടങ്ങി വരാൻ താമസിച്ചു. ജനം താഴെ അസ്വസ്ഥരായി. അവർ അഹ്റോനോട് പറയുകയാണ്, ഞങ്ങൾക്ക് ആരാധിക്കണം, ആരാധിക്കാൻ ഒരു ദൈവത്തെ വേണം. വെറും ആരാധനയല്ല, വലിയ ആഘോഷത്തോടുള്ള ആരാധന. ഞങ്ങൾ എടുക്കുവാനും ഉയർത്തുവാനും വഹിക്കുവാനും എന്തെങ്കിലും ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. ഇതായിരുന്നു ജനത്തിൻ്റെ ആവശ്യം എന്ന് നമുക്ക് അറിയാം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഈ ഭാഗം കാണുന്നുണ്ട്. മോശ മലയിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നു കണ്ടപ്പോൾ ജനം അഹ്റോന് ചുറ്റും കൂടി, ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരെ ഉണ്ടാക്കി തരിക. ഞങ്ങൾ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിയില്ല. അഹ്റോൻ പെട്ടെന്ന് മറുപടി കൊടുക്കുക. അഹ്റോൻ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലുള്ള സ്വർണ്ണവളയങ്ങൾ ഊരിയെടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവരുവൻ. ജനം തങ്ങളുടെ കാതുകളിൽ നിന്നും സ്വർണ്ണവളയങ്ങൾ ഊരി അഹ്റോൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവൻ അത് വാങ്ങി മൂശയിൽ ഉരുക്കി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു. ഇത് വായിക്കും പെട്ടെന്ന് നമുക്ക് തോന്നുകയാണ്, ഈ ജനത്തിൻ്റെ അതേ മനസ്സ് തന്നെയാണല്ലോ അഹ്റോനും. ഒരു തടസ്സവും പറയുന്നില്ല, ഒരു ഉപദേശവും കൊടുക്കുന്നില്ല. ദൈവിക പ്രമാണം ലംഘിക്കരുതെന്നോ ദൈവിക ഉപദേശങ്ങൾ മാറിപ്പോയതൊന്നും പറയുന്നില്ല. പെട്ടെന്ന് അവരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അവർക്ക് അനുവാദം കൊടുക്കുകയാണ്. തൊട്ടു മുമ്പ് ഈ ഉടമ്പടി മുദ്ര ചെയ്ത രക്തം തളിക്കപ്പെട്ടുവെങ്കിലും അത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഉടമ്പടി ലംഘിക്കുകയാണ്. 1-ാം പ്രമാണം തന്നെ ലംഘിക്കുകയാണ്. ആ ലംഘനത്തിന് കൂട്ടുനിന്നതും മുന്നിൽ നിന്നതും ശ്രേഷ്ഠ പുരോഹിതനാണ് എന്നുള്ളത് ഈ ഉടമ്പടി ലംഘനത്തിൻ്റെ വിഗ്രഹാരാധനയുടെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്ത് അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു,
ഇസ്രായേലെ ഇതാ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്നെ കൊണ്ടുവന്ന ദേവന്മാർ. അങ്ങനെ ആ ഉടമ്പടി ലംഘനം ഇസ്രായേൽക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും മാരകമായ ഒരു പാപമായി തീരുകയാണ്. എന്ന് മാത്രമല്ല, അവരുടെ ആഘോഷം ആരാധന ആഘോഷമായി മാറി, ആ ആഘോഷം അഴിഞ്ഞാട്ടമായി മാറി. എല്ലാവിധ മ്ലേച്ഛതയിലേക്കും തിന്മയിലേക്കും ജനം കൂപ്പുകുത്തി വീഴുകയാണ് ആ ഒരു സംഭവത്തിലൂടെ. ഇപ്പോൾ ദൈവത്തെ മാറ്റിവെച്ചുകൊണ്ട്, ദൈവവിശ്വാസങ്ങളെയും പ്രമാണങ്ങളെയും നിഷേധിച്ചുകൊണ്ട് എവിടെയെല്ലാം ആഘോഷം നടക്കുന്നുണ്ടോ അവിടെയെല്ലാം അഴിഞ്ഞാട്ടവും രൂപപ്പെടുന്നുണ്ട്. നമ്മുടെ സമൂഹങ്ങളിൽ നമ്മൾ പലപ്പോഴും ഇത് കാണുന്നുണ്ട്. ഈ ദൈവത്തെയും വിശ്വാസത്തെയും പ്രാർത്ഥനയൊക്കെ മാറ്റിവെച്ച് ആഘോഷങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ മുതിരുന്നതെങ്കിൽ അതിൻ്റെ അവസാനം നമുക്ക് നഷ്ടവും നാശവും ദുരിതവുമാണെന്ന് നമുക്കറിയാം. അന്ന് ഈ തുടങ്ങിയ വിഗ്രഹാരാധന അത് ഇസ്രായേലിൻ്റെ ആദ്യ പാപമെന്നാണ് അറിയപ്പെടുന്നത്. അത് പല രൂപത്തിൽ പല ഭാവത്തിൽ കാലാകാലങ്ങളായി ആവർത്തിക്കപ്പെടുന്ന ഒരു തിന്മയായിട്ട് അത് മാറി. പഴയ നിയമത്തിൽ ദൈവം ഏറ്റവും കൂടുതൽ ശാസിക്കുന്ന, വിമർശിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന തിന്മ എന്ന് പറയുന്നത് വിഗ്രഹാരാധനയാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ കാരണവും ഈ സംഭവത്തിൽ ഉണ്ട്. ആദിപിതാവായ ആദത്തിൻ്റെ പാപം മനുഷ്യകുലത്തെ മുഴുവനും പാപഗ്രസ്തമാക്കിയെങ്കിൽ ആദ്യ പുരോഹിതനായ അഹ്റോന്റെ പാപം ഇസ്രായേൽക്കാരെ മുഴുവനും വഴിതെറ്റിക്കുകയും പിൻതലമുറകളെ വിഗ്രഹാരാധനയ്ക്ക് നയിക്കുകയും ചെയ്തു. ജനത്തിൻ്റെ നിർബന്ധത്തിനും താല്പര്യത്തിനും വഴങ്ങി അത് അനുവദിച്ചപ്പോൾ അത് വലിയൊരു തിന്മയായി മാറുകയും ഇന്നും ഇത് തന്നെ സംഭവിക്കാം. ഭൂരിപക്ഷം പേര് പറയുന്നുകൊണ്ട്, അധികം പേര് പറയുന്നുകൊണ്ട്, എല്ലാവരും ആവശ്യപ്പെടുന്നുകൊണ്ട് ചില കാര്യങ്ങൾ അനുവദിക്കുന്നു, ചില കാര്യങ്ങൾ അംഗീകരിക്കുന്നു. അത് സർവനാശത്തിലാണ് ചെന്നുപെടുക എന്ന് നമ്മൾ ഓർക്കണം. ഈ സംഭവം നമ്മളെ അത് പഠിപ്പിക്കുന്നു. ഇപ്പം ജനഹിതം ദൈവഹിതമാകണമെങ്കിൽ, ഭൂരിപക്ഷ അഭിപ്രായം ദൈവാഭിപ്രായമാകണമെങ്കിൽ ആ ദൈവഹിതമാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ദൈവഹിതമല്ലാത്തത് ജനഹിതം എത്രമാത്രം ശക്തമാണെങ്കിലും സമൃദ്ധമാണെങ്കിലും അംഗീകരിക്കേണ്ട ആവശ്യമില്ല എന്നും കൂടെ നമ്മൾ ഓർക്കാം. അഹ്റോൻ്റെ മറ്റൊരു വീഴ്ച അധികാരവുമായി ബന്ധപ്പെട്ടതാണ്. അത് മോശയെ ചോദ്യം ചെയ്യുന്നു. അഹ്റോനും സഹോദരി മിരിയാമും കൂടി മോശയെ ചോദ്യം ചെയ്യുകയാണ്. കർത്താവ് മോശയോട് മാത്രമേ സംസാരിച്ചുള്ളൂ, ഞങ്ങളോടും സംസാരിക്കുന്നില്ലയോ? അപ്പോൾ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് മോശയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിയോഗിച്ച വ്യക്തി അവസാനം മോശയെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ദൈവികമായ നിയന്ത്രണങ്ങളിൽ നിന്നും മറുതലയ്ക്കുവാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ചില പ്രവണതകൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ചില സിദ്ധികളുണ്ട്, കഴിവുകളുണ്ട്, നമുക്കുറേ നന്മകളുണ്ട്, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു. പലർക്കും അതുകൊണ്ട് ഉപകാരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു അഹങ്കാരം നമ്മളെ കയറി ഭരിക്കുകയും മറ്റുള്ളവരെല്ലാവരെയും കീഴ്പ്പെടുത്തുവാനും സർവാധിപത്യം നേടാനുമുള്ള ഒരു ചിന്ത നമ്മൾ രൂപപ്പെടാറുണ്ട്. അത് വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലൊക്കെ ധാരാളമായി നമ്മൾ കാണുന്ന ഒന്നാണ്. പ്രിയപ്പെട്ടവരെ, അഹ്റോനോട് ദൈവം വലിയ കരുണ കാണിച്ച് നമ്മൾ കാണുന്നു. അഹ്റോനെ ദൈവം ആദ്യ കാലഘട്ടമൊന്നും ശിക്ഷിച്ചില്ല. ദൈവം അഹ്റോൻ്റെ തെറ്റുകളെല്ലാം മറച്ചു വെച്ചു, അഥവാ ശിക്ഷിക്കാതെ കരുണ കാണിച്ചു. നമ്മളോട് ദൈവം അത് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ദൈവം തുറന്നു വിട്ടാൽ, ദൈവം വെളിപ്പെടുത്തിയാൽ എത്രയും അപമാനകരമായ നാണം കെടുന്ന സാഹചര്യമൊക്കെ അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവം അതെല്ലാം പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്, ദൈവം അത് പ്രകടിപ്പിക്കാത്തത് അത് ആ പാപത്തിലോ ആ തിന്മയിലോ തുടരാൻ വേണ്ടിയല്ല, മറിച്ച് കുറച്ചും കൂടെ ദൈവത്തോട് അടുക്കുവാൻ വേണ്ടിയാണ്. അരുതാത്തതെല്ലാം വേണ്ടെന്ന് വെക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ അഹ്റോനോട് ആദ്യകാലങ്ങൾ ദൈവം കാണിച്ചു കാരുണ്യം, അത് നമ്മോടും കാണിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും അവസാനം ചെയ്യുന്ന ഒരു തിന്മ, അതിന് ദൈവം വലിയ ശിക്ഷ കൊടുക്കുകയാണ്. അത് അഹ്റോനും മോശ ഒന്ന് ചെയ്യുന്നതാണ്. അത് മെരീബ തടാകത്തിൽ വെച്ച്, ദേശത്ത് വെച്ച് അവർ കുടിവെള്ളം ഇല്ലാണ്ട് വന്നപ്പോൾ അവർ പിറുപിറുക്കുകയും പരാതി പറയുകയും ചെയ്തു. ഇക്കാര്യം മോശ അഹ്റോനും കൂടെ കർത്താവിനെ അറിയിച്ചു. കർത്താവ് മോശയോട് പറഞ്ഞു, നിന്റെ വടിയെടുത്ത് പാറമേൽ ചെല്ലുക, അതിനോട് കൽപ്പിക്കുക. ഇതാണ് കർത്താവ് പറഞ്ഞത്.
മോശയും അഹരോനും കൂടെയും കർത്താവ് പറഞ്ഞതുപോലെ അവിടെ ചെന്നു. എന്നിട്ട് മോശ ചെയ്തതെന്താണ്? അവരെ കുറച്ച് ജനത്തോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു, അവരെ കുറ്റപ്പെടുത്തി. എന്നിട്ട് വടിയെടുത്ത് പാറമേൽ 2 പ്രാവശ്യം അടിച്ചെന്നാണ് പറയുന്നത്. സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അതിന് കർത്താവ് പറയുന്ന വെള്ളം പുറപ്പെട്ടു, അവർ വെള്ളം ധാരാളമായി കുടിച്ചു, വളരെ സന്തോഷമായി. സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ 10 മുതൽ മോശയും അഹരോനും കൂടി പാറയ്ക്ക് മുമ്പിൽ ജനങ്ങൾ ഒന്നിച്ചുകൂട്ടി. മോശ പറഞ്ഞു, ധിക്കാരികളെ കേൾക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ? മോശ കൈ ഉയർത്തി പാറയിൽ 2 പ്രാവശ്യം വടികൊണ്ടടിച്ചു. ധാരാളം ജലം പ്രവഹിച്ചു. മനുഷ്യരും മൃഗങ്ങളും അതിൽ നിന്ന് കുടിച്ചു. എന്നാൽ കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല. നിസ്സാരമെന്ന് തോന്നാവുന്ന കാര്യമാണ്. പക്ഷേ 1, അവർ വിശ്വസിച്ചില്ല. 2, എൻ്റെ പരിശുദ്ധിക്ക് നിങ്ങൾ കളങ്കം വരുത്തി. ദൈവമാണ് ഇവിടെ നിന്ന് വെള്ളം കൊടുക്കുന്നതെന്ന് അംഗീകരിക്കാതെ ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം തരണമോ എന്നും പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ അല്പം കോപത്തോടെ ആയിരിക്കാം മോശ വടിയെടുത്ത് ഈ പാറമേൽ 2 പ്രാവശ്യം അടിച്ചത്. ഞങ്ങളാണ് വെള്ളം തരുന്നത്. ദൈവത്തെ ഒരുപക്ഷെ മറച്ചു വെച്ചോ മാറ്റിവെച്ചോ തങ്ങളുടെ കഴിവുകളെ, ദൈവം തന്ന ദാനങ്ങളെ, ദൈവം തന്ന സിദ്ധികളെ സ്വന്തമാണെന്നുള്ള രീതിയിൽ അഹങ്കാരത്തിൻ്റെയും ഒരുപക്ഷെ ആധിപത്യത്തിൻ്റെയും ഒക്കെ ഒരു സ്വഭാവമാണ് അവരവിടെ കാണിച്ചത്. അപ്പോൾ ദൈവനാമത്തിൽ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, ദൈവഹിതപ്രകാരമാണോ എന്ന് നമ്മൾ ആലോചിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ പറയും, നിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, നീ ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു, ഞങ്ങളോടൊപ്പം ഭക്ഷണത്തിനിരുന്നു. ഇപ്പോൾ കർത്താവ് ഈശോ പറയാണ്, ഞാൻ നിങ്ങൾ അറിയുന്ന പോലുമില്ല. ഈ സംഭവത്തിൽ അഹ്റോനും മോശയ്ക്കും വന്ന വീഴ്ച, അവർ തങ്ങളുടെ മഹത്വമാണ് വെളിപ്പെടുത്താൻ ശ്രമിച്ചത്, ദൈവത്തിൻ്റെ അതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അഹ്റോൻ എന്ന വലിയ പുരോഹിതൻ ബൈബിളിൽ നിലനിൽക്കുമ്പോൾ തന്നെ, അഹ്റോൻ്റെ ദൗത്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ശ്രേഷ്ഠതയും നിലനിൽക്കുമ്പോൾ തന്നെ, അഹ്റോനിലൂടെ ആരംഭിച്ച തിന്മയുടെയോ വിഗ്രഹാരാധനയുടെയോ ദൈവനിഷേധത്തിൻ്റെയോ ദൈവ വെല്ലുവിളിയുടെയോ അഹങ്കാരത്തിൻ്റെയോ പ്രവണതകൾ ഇന്നും ലോകത്ത് ശക്തിപ്പെടുന്നു. ഇന്നും എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രബലമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു വ്യക്തിത്വത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ഒരു വലിയ അപകടവും, തലമുറകളെ നമ്മൾ ദൈവനിഷേധമായി, ദൈവവിരുദ്ധമായി, വിശ്വാസരഹിതമായി ജീവിക്കുന്നത് വഴി നമ്മളെ മാത്രമല്ല തലമുറകളെ സ്വാധീനിക്കുന്ന, നശിപ്പിക്കുന്ന തിന്മ രൂപപ്പെടുകയാണെന്ന് നമ്മൾ ഓർക്കണം. നിസ്സാര കാര്യങ്ങൾക്ക് ദൈവവിശ്വാസങ്ങൾ വേണ്ടെന്ന് വെച്ച് മറ്റുള്ളവർ പറയുന്നുകൊണ്ട് എല്ലാവരും പറയുന്നു അങ്ങനെ ചെയ്തോട്ടെ, അങ്ങനെ ഭൂരിപക്ഷത്തോടെ ചേർന്ന് ദൈവനിഷേധികളായി ജീവിക്കാനുള്ളവരല്ല നമ്മൾ എന്നോർക്കണം. വിശ്വാസത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത രക്തസാക്ഷികളായ അനേകായിരങ്ങളുടെ വിശ്വാസ തീക്ഷ്ണതയിലാണ് നമ്മൾ വളരേണ്ടതെങ്കിൽ ഭൂരിപക്ഷം പേരോ ഒത്തിരിയധികം പേരോ നിർബന്ധിക്കുന്നുകൊണ്ട്, ആവശ്യപ്പെടുന്നുകൊണ്ട് വിശ്വാസത്തോട് നമുക്ക് ഒരു വിധത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല എന്നോർക്കണം. അത് ഞാൻ സൂചിപ്പിച്ചതുപോലെ വരും തലമുറകളെ നാശത്തിലേക്കും നയിക്കുന്ന ഒരു തിന്മയായിട്ട് മാറും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവത്തോട് വിശ്വസ്തരായിരിക്കുവാൻ, ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, ദൗത്യങ്ങൾ അതിൻ്റെ പൂർണ്ണത നിർവഹിക്കുവാനുള്ള കൃപ തരണമേ എന്നും, പാപത്തിൻ്റെ വഴികളിൽ പ്രത്യേകിച്ച് വിശ്വാസരാഹിത്യത്തിൻ്റെ വഴിയിലൂടെ പോകാതിരിക്കുവാൻ ഞങ്ങളെ കാക്കണമേ എന്നും നമുക്ക് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.